പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ RAF ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്താലും തുടർ നടപടികൾക്ക് CRPF അനുമതി നൽകില്ല. സേനയുടെ പ്രോട്ടോകോൾ പാലിച്ചാണ് ജൂലൈ 20-ന് നടപടികൾ സ്വീകരിച്ചത് എന്നാണ് അന്തിമ റിപ്പോർട്ട്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലഗോപാൽ, നടപടിക്രമങ്ങൾ പാലിച്ചാണെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക? അതിന് CRPF അനുമതി നൽകിയുമില്ല. അപ്പോൾ ഏത് വിധത്തിലാകും? ഇതാണല്ലോ ഒരു വലിയ വിഷയമായി CJP ഉയർത്തിക്കാട്ടിയത്. മറ്റ് പ്രതിപക്ഷമൊക്കെ ശക്തമായി ഉയർത്തിക്കാട്ടുന്ന ഒരു വിഷയമാണ്. അതിൽ എന്ത് നടപടിയാണ് അപ്പോൾ ഉണ്ടാകാൻ സാധ്യത? തീർച്ചയായും ഇത് വലിയൊരു പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പെല്ലറ്റ് ഗൺ വിഷയത്തിൽ കേസെടുത്താലും പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ CRPF തീരുമാനിച്ചിട്ടുള്ളത്. CRPFന്റെ ഒരു സബ്സിഡറി യൂണിറ്റാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമാണ്. അത് നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ CRPFന്റെ നേതൃതലത്തിലുണ്ടായിരിക്കുന്ന ധാരണ. കാരണം പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഈ പെല്ലറ്റ് ഗൺ ഉപയോഗം നടന്നിരിക്കുന്നത് എന്നാണ് CRPFന്റെ പ്രാഥമികമായ വിലയിരുത്തലിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും. സർക്കാരിൻ്റെ നിലപാടിനനുസരിച്ചായിരിക്കും CRPFനും തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതിനിടയിലാണ് ഡൽഹിയിലെ ഈ വിദ്യാർത്ഥി സമരത്തിൽ ജൂലൈ 20-നുണ്ടായ വിദ്യാർത്ഥി പാർലമെന്റ് മാർച്ചിനിടെ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്നും തലയിൽ നിന്നും ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത്. നേരത്തെ ഈ പ്ലാസ്റ്റിക് പെല്ലറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്നായിരുന്നു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉപയോഗിച്ചിരുന്നതെന്നായിരുന്നു CRPF പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ലോഹത്തിന്റെ കണ്ടെത്തലുകൾ, ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന മെഡിക്കൽ ലീഗൽ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡൽഹിയിലെ ലേഡി ഹാർഡിംഗ് ആശുപത്രി തയ്യാറാക്കിയ മെഡിക്കൽ ലീഗൽ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ചുള്ള പരാമർശമുണ്ടായത്. ഏതായാലും ഇതും സർക്കാരിനെ സംബന്ധിച്ചപ്പോൾ വലിയ തലവേദന ഉണ്ടായിരിക്കുന്നത്. ഈ പെല്ലറ്റുകളിൽ ചിലത് ഈ മെറ്റാലിക് പെല്ലറ്റ് ആയിരുന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയം ഉയർന്നിരിക്കുന്നത്. സാധാരണ ഈ മെറ്റാലിക് പെല്ലറ്റ് ഒന്നും ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉപയോഗിക്കാറില്ല. ഈ ജമ്മു കാശ്മീരിലൊക്കെ ഈ ഭീകരരുമായി ബന്ധപ്പെട്ട സംഘടനകളും മറ്റുമൊക്കെ നടത്തുന്ന പ്രതിഷേധങ്ങൾക്കെതിരായിട്ടാണ് ഈ മെറ്റാലിക് പെല്ലറ്റുകൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ മെറ്റാലിക് പെല്ലറ്റ് CJPയുടെ റാലിക്കെതിരെ ഉപയോഗിച്ചിരുന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നത്, ചോദ്യങ്ങൾ ഉയരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെയും CRPFന്റെയും ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല.